ടോക്ക് ആരാണ്? ഹലോ, ഇത് കോഴിക്കോട് നിന്നാണ് ഗിരിജ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് ബൈപ്പാസ് കഴിഞ്ഞിരിക്കുകയാണ്. അലോപ്പതിയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങള് ഇപ്പൊ ശ്രീ ചിത്രന്ന് ചെയ്തു വന്നതാണ്. അപ്പൊ ഇനിയുള്ള ഭക്ഷണത്തിന്റെ അതൊന്ന് പറയുമോ സാറ്? അല്ല, ഹാർട്ടിന് എന്തോ കുഴപ്പമായിരുന്നു? ബൈപ്പാസ് സർജറി കഴിഞ്ഞോ? ബ്ലോക്ക് ആയിരുന്നു, 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിക്കാനുള്ള ആഹാരം, കൊഴുപ്പ് അധികം ചേർന്നുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. പിന്നെ കുറച്ച് നടക്കണം. ബൈപ്പാസ് കഴിഞ്ഞിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ ചെറിയ നടത്തങ്ങളൊക്കെ മതി. അത് ഒരുമിച്ച് നടക്കുകയും ചെയ്യരുത്. ഗ്രാജുവലി നടത്ത കൂട്ടി കൊണ്ടുവരണം. പിന്നെ കൊഴുപ്പധികം ചേർന്നിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഭക്ഷണം പറയൂ സാറ്. ഭക്ഷണം പിന്നെ ഈ വെജിറ്റബിളിനകത്ത് ഞങ്ങളിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിളില് ഈ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കും. എല്ലാ കിഴങ്ങും അതിനകത്ത് ചേന മാത്രം കഴിക്കാൻ പറയുള്ളൂ. പിന്നെ തോരൻ പരിപ്പ് അതെല്ലാം ഒഴിവാക്കിയിട്ട് ചെറുപയർ മാത്രം കഴിക്കാൻ പറയും. പയറുവർഗത്തിൽ ചെറുപയർ. പിന്നെ എല്ലാ ഇലക്കറികളും കായ്കറികളും എല്ലാം കഴിക്കാം. ഞങ്ങൾ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോഴ് ഞങ്ങള് വെള്ളരി, മുരിങ്ങക്കായ അങ്ങനെയുള്ള അവിയല് വെച്ചിട്ടാ മിക്കവാറും. അതെല്ലാം കഴിക്കാം, കുഴപ്പമില്ല. പച്ചക്ക, വെണ്ടക്ക എല്ലാം കഴിക്കാം. പിന്നെ മത്സ്യം കഴിക്കുന്നത് സാർ? മത്സ്യം ഞങ്ങൾ ട്രീറ്റ്മെന്റിനാണെന്നുണ്ടെങ്കിൽ പാടില്ല. മോഡേൺ മെഡിസിൻ കഴിക്കുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ കൊഴുപ്പ് കുറഞ്ഞുള്ള മത്സ്യങ്ങള് അത് പൊരിച്ച് കഴിക്കരുത്, കറി വെച്ച് കഴിക്കുന്നതായിരിക്കും ഉത്തമം. Thanks for calling.